വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയായ കുൽഫി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. വളരെ ടേസ്റ്റിയാണിത്. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഈ വീഡിയോ എല്ലാവരും കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാനും വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം നമുക്കൊരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് 1.5 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 2-3 ചതച്ച ഏലക്കായയോ അല്ലെങ്കിൽ ഏലക്കായ പൊടിയോ ചേർക്കാം. ഏലക്കായ പൊടിയാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിനെ നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോഴേക്കിന് നമുക്ക് വേറൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ഇടാം. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർക്കാം. പലരും എന്നോട് ചോദിക്കാറുണ്ട് ഈ കോൺഫ്ലോർ എന്താണ്, ഇത് എവിടെ നിന്നാണ് വാങ്ങിക്കാനായിട്ട് കിട്ടുകയെന്ന്. ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം പാലും കൂടെ ഒഴിച്ചിട്ട് ഇത് കട്ട കെട്ടാതെ നല്ല പോലെ കോൺഫ്ലോറും പാൽപ്പൊടിയും കൂടെ ഈ പാലിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിനെ ഞാൻ കട്ടയൊന്നും കെട്ടാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഇനി ഈ പാല് ജസ്റ്റ് ഒന്ന് തിക്കായി വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കസ്റ്റാർഡിൻ്റെ അത്രയും തിക്കാവണ്ട, ജസ്റ്റ് ഒന്ന് കുറുകി വന്നാൽ മാത്രം മതി. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പഞ്ചസാരയും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ നല്ലപോലെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ മോൾഡായിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള ഐസ്ക്രീം കപ്പാണ്. ഇതിൻ്റെ മൂടിയുടെ അകത്ത് ഞാൻ ഇതുപോലെ ചെറിയൊരു ഹോളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ പോപ്സിക്കൽ മോൾഡ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. പിന്നെ കുൽഫിയുടെ സ്റ്റിക്കായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇതുപോലുള്ള പച്ച ഈർക്കിളാണ്. നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മൂടി ഉപയോഗിച്ചിട്ട് ഇതിനെ അടച്ചു വെക്കാം. ഇനി ഈ നമ്മൾ നേരത്തെ ഇട്ട ആ ഹോൾ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് കൂടെ നമുക്ക് ഈ സ്റ്റിക്ക് ഇറക്കി വെച്ചു കൊടുക്കാം. ഐസ്ക്രീം സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരല്പം വലിയ ഹോൾ വേണം ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്കിതിനെ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിനെ ഫ്രീസറിൽ വെച്ചിട്ട് ചുരുങ്ങിയത് 8 മണിക്കൂർ നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഓവർനൈറ്റ് വെക്കുകയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇത് ഞാൻ ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണിത്. ഇതിനെ അല്പനേരം പുറത്ത് വെക്കുകയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പിൻ്റെ താഴെ കാണിക്കുകയോ ചെയ്താൽ നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് ഇതിനെ ഇതിൻ്റെ അകത്തുനിന്നും എടുത്തു മാറ്റാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് എല്ലാത്തിനെയും ഇതുപോലെ എടുത്തു മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ഹോം മെയ്ഡ് കുൽഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.